എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കേരള ഭരണം RSS വൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ച് CPM കാളികാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു പ്രതിഷേധം. നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം NM ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിനകത്ത് അധികാരത്തിൽ വന്ന UDF-ന്റെ ഗവൺമെന്റ് പൂർണ്ണമായും RSS-ന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഒരു കുറഞ്ഞ കാലയളവിൽ, കേവലം 1 മാസം മാത്രമേ ഈ സർക്കാരിന്റെ പ്രായമുള്ളൂ. ഈ 1 മാസക്കാലം കൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആകെ കാവ്യവൽക്കരിക്കുന്ന ഇവിടുത്തെ RSS-നോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് കേരളത്തിനകത്ത് VD സതീശൻ സർക്കാർ എടുക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച സഖാവ് സൂചിപ്പിച്ചു. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ നാട്ടിലാകെ കള്ളപ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ വലതുപക്ഷം മുസ്ലിം ലീഗും കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും ഇവിടെ BJP-യുമായിട്ട് CPM ഡീലാണ് എന്ന തലത്തിൽ ചർച്ച നടത്തി, ആ തലത്തിൽ ഈ നാട്ടിലാകെ കുപ്രചരണം നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മുടെ നാടിനറിയാവുന്ന കാര്യമാണ്, കേരളത്തിനകത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാടാണ് ഇടതുപക്ഷം എടുത്തത്, CPM എടുത്തത് എന്നുള്ളത്, അക്കാലത്ത് സർക്കാർ എന്തെടുത്തു എന്നുള്ളത് അറിയാവുന്നതാണ്. കാരണം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനല്ല ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത്. ആ തലത്തിൽ അതിനകത്ത് കത്തുകൊടുക്കുകയും ആ തലത്തിൽ അതിന് എല്ലാ തലത്തിലുള്ള സ്റ്റേ വാങ്ങിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ ആ ഘട്ടത്തിൽ വലിയ കുപ്രചരണങ്ങൾ, വലിയ പ്രചരണങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ നടത്തി. വലിയ പ്രചരണവും വലിയ കോലളക്കിയ വല്ല സംസാരവും നടത്തി. ഇപ്പോൾ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ഇതപ്പോ എല്ലാ ഫയലുകളും തപ്പിയെടുത്ത് ഇവിടെ PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോവാൻ, ഇവിടെ RSS പറയുന്ന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ VD സതീശൻ സർക്കാർ തയ്യാറാവുന്നു എന്നതാണ് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഭരണപക്ഷത്തു നിന്നും അന്നത്തെ പ്രതിപക്ഷത്തിന്റെയും ആരോപണത്തെ തുടർന്ന് രേഖാമൂലം നടപ്പാക്കാനാകില്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ച PM ശ്രീ പദ്ധതി വീണ്ടും UDF നടപ്പാക്കുന്നു എന്ന് CPM ആരോപിച്ചു. സഖാവ് കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം കാളികാവ് ജംഗ്ഷനിൽ സമാപിച്ചു. ലോക്കൽ സെക്രട്ടറി K രാമചന്ദ്രൻ, N നൌഷാദ്, K ഫൈസൽ, TP കബീർ, P റിയാസ് ബാബു, A സിറാജ്, റിയാസ് പാലോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.